ശ്രീലങ്കയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലോക പൈതൃക കേന്ദ്രങ്ങളിലൊന്നായ ദാബുള ഗുഹാക്ഷേത്രം കാണുന്നതിലേക്കാണ്. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ സംരക്ഷിത ഗുഹാക്ഷേത്ര സമുച്ചയമാണ് ദാബുള ഗുഹാക്ഷേത്രം. ഇവിടെ 500 ഇന്ത്യൻ രൂപയാണ് ടിക്കറ്റ് ചാർജ്. പടികൾ വഴിയുള്ള കയറ്റം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വെയിലുമുണ്ട്. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ സംരക്ഷിത ഗുഹാക്ഷേത്ര സമുച്ചയമാണ് ഇത്. ദാബുളയിൽ പ്രധാനമായും 2 കാഴ്ചകളാണുള്ളത്: ഗോൾഡൻ ടെമ്പിളും റോയൽ കേവ് ടെമ്പിളും. ഗോൾഡൻ ടെമ്പിളിൽ സ്വർണ്ണ നിറത്തിലുള്ള ബുദ്ധൻ്റെ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് താഴെ ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയവും ഉണ്ട്. സമതലത്തിൽ നിന്ന് 160 മീറ്റർ ഉയരത്തിലാണ് പാറക്കെട്ടുകളുള്ളത്. ഇവിടെ 80-ലധികം ഗുഹകളുണ്ട്. ഇതിൽ 5 ഗുഹകളിലാണ് പലതരത്തിൽ ചിത്രങ്ങളും പ്രതിമകളും സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു പാറയുടെ ഇടുക്കിൽ ഒരു ഗുഹയിൽ എന്ന വണ്ണമാണ് ക്ഷേത്രം പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഗൗതമ ബുദ്ധൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയവയാണ് ഈ പ്രതിമകളൊക്കെ. 153-ലധികം ബുദ്ധ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഗണേശൻ്റെയും വിഷ്ണുവിൻ്റെയും ദേവീദേവതമാരുടെയും പ്രതിമകളും ഇവിടെയുണ്ട്. ഗുഹാക്ഷേത്രത്തിൽ ആദ്യം കാണുന്നത് വലിയ ഒരു ബുദ്ധന്റെ അനന്തശായി രൂപത്തിലുള്ള പ്രതിമയാണ്. 5 ഗുഹകൾ ചേർന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗുഹകൾ 1-ാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ചവയാണ്. കാലാകാലങ്ങളായി ഇവ പുതുക്കി പണിതിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഗുഹയെ പരിശുദ്ധ രാജാവിന്റെ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗുഹയിൽ 14 മീറ്റർ നീളമുള്ള ബുദ്ധ പ്രതിമ നമുക്ക് കാണാം. ബുദ്ധന്റെ കാൽച്ചുവട്ടിലായി പ്രിയ ശിഷ്യനായ ആനന്ദന്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിരവധി സിംഹള ഭക്തരെയും നമുക്ക് കാണാം. അവർ ഇവിടെ ഒരു പ്രത്യേകതരം ആരാധനയാണ് നടത്തുന്നത്. ഇവിടെ ഒരുപാട് ചുവർ ചിത്രങ്ങളുമുണ്ട്. ശ്രീലങ്കയിലെ രാജാക്കന്മാരുടെ ചുവർ ചിത്രങ്ങളാണ് അവ. ലോകത്താകമാനം 23 മുതൽ 50 കോടി വരെ അനുയായികളുള്ള ഒരു മതവും ചിന്താധാരയുമാണ് ബുദ്ധമതം. അതിൽ ഭൂരിഭാഗം വിശ്വാസികളും ഏഷ്യയിലാണ്. ശ്രീലങ്കയിലെ ഭൂരിപക്ഷം വരുന്ന സിംഹളർ ബുദ്ധമത വിശ്വാസികളാണ്. ഇവിടുത്തെ ബുദ്ധമത വിശ്വാസികൾ ഇത് ഏറ്റവും പുരാതനമായൊരു മതമാണെന്നും ഗൗതമ ബുദ്ധൻ 25-ാമത്തെ ബുദ്ധനാണെന്നും വിശ്വസിക്കുന്നു. ഗൗതമ ബുദ്ധൻ തൻ്റെ ജീവിതകാലത്ത് 3 വട്ടം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. എന്തായാലും അതിരുകടന്ന ഭോഗാസക്തിയും കുറ്റകൃത്യങ്ങളും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ആത്മനിയന്ത്രണത്തിനും ലളിത ജീവിതം നയിക്കുന്നതിനും ദുഃഖനിവൃത്തിക്കും ബുദ്ധന്റെ ഉപദേശവും അഷ്ടാംഗമാർഗവും
വളരെയധികം ഗുണപ്രദമാണെന്ന വിശ്വാസമാണ് എനിക്കിവിടം കണ്ടറിഞ്ഞതിൽ മനസ്സിലാക്കാനായത്. ലളിതമായ നന്മയാണ് ബുദ്ധപ്രബോധനങ്ങളുടെ ജീവൻ. അതൊരു നല്ല ജീവിത രീതിയുമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ പുതിയ കാഴ്ചകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ഒരു ലൈക്കും കൂട്ടുകാർക്കായി ഒരു ഷെയറും ആയിക്കോട്ടെ. താങ്ക് യു ഡിയേഴ്സ്. ബൈ ബൈ. സി യു. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ. സി യു.